നമുക്കിന്ന് ഈന്തപ്പഴം കൊണ്ട് ഒരു അച്ചാർ ഉണ്ടാക്കിയാലോ? ഒരു കിടിലൻ ഐറ്റം. അപ്പൊ സമയം കളയണ്ട, ഉടനെ വീഡിയോയിലേക്ക് പോവാം. ജോസ് മോസസ് കിച്ചൺ. നമുക്ക് ഈ റെസിപ്പി കൊണ്ട് ഒരു 400 ഗ്രാമാണ് കിട്ടണേ. അതിനോട് 75 ഗ്രാം ജാഗ്രി ഒരു പാത്രത്തിലിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് അതിനെ തിളപ്പിക്കാം. അത് ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകി കഴിയുമ്പോൾ അത് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വയ്ക്കാം. പിന്നെ 50 ഗ്രാം പുളി, അതിൻ്റെ ഉള്ളിലേക്ക് ഒരു 2 കപ്പ് ഒരു ചെറു ചൂട് വെള്ളം ചേർത്ത് ഞെരടി പിഴിഞ്ഞ് കൊണ്ട് വെച്ചേക്കാം. പിന്നെ ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് ജിഞ്ചിലി ഓയിൽ ഒഴിക്കുക. പിന്നെ 1/2 ടീസ്പൂൺ കടുക് അങ്ങോട്ട് പൊട്ടിക്കഴിയുമ്പോൾ ഒരു 100 ഗ്രാം ഇഞ്ചി നന്നായി ചോപ്പ് ചെയ്തത്. ഇഞ്ചി അങ്ങനെ പീൽ ചെയ്യാനും ചോപ്പ് ചെയ്യാനുള്ള ടിപ്സ് എൻ്റെ ചാനലിൽ എടുപ്പുണ്ട് കേട്ടോ. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നല്ല ഫൈനായി ചോപ്പ് ചെയ്തത്. പിന്നെ ഒരു 8 പച്ചമുളക് ചോപ്പ് ചെയ്തത്. പിന്നെ ഒരു 1/2 കപ്പ് ചോപ്പ് ചെയ്ത കടലി ഇട്ട് ഒന്ന് അങ്ങോട്ട് വഴറ്റാം. അതൊരു ചെറിയൊരു ഗോൾഡൻ കളറായി കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾ, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ അസ്ഫോട്ടിഡം, 1/2 ടീസ്പൂൺ ഉലുവ ഇടിച്ചത്. അത് കഴിഞ്ഞ് ഒരു മിനിറ്റ് നേരം വഴറ്റാം. ആ പച്ചക്കുത്തൊന്നും അങ്ങോട്ട് മാറിക്കിട്ടും. അതിൻ്റെ ഉള്ളിലേക്ക് ഈന്തപ്പഴം 150 ഗ്രാം ഇതേപോലെ ചെറുതായിട്ട് നോക്കിയത് അതുകൊണ്ട് ഇട്ട് കൊടുത്ത് അത് നന്നായിട്ട് വഴറ്റാം ഒരു 2 മിനിറ്റ് നേരം. അത് കഴിഞ്ഞാൽ നമ്മുടെ പുളിവെള്ളം ഒഴിച്ചോളൂ. പുളിയുടെ വെള്ളം മാത്രം കേട്ടോ. അത് കഴിഞ്ഞാൽ മൊത്തമായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തൊരു ഇങ്ങനെ 4 മിനിറ്റ് തിളക്കട്ടെ. അപ്പോൾ അത്യാവശ്യം തിക്കാവും. പിന്നെ ഒരു 2 ടീസ്പൂൺ ഉപ്പാണ്ട് ചേർത്ത് കൊടുക്കുക അതിൻ്റെ ഉള്ളിൽ. അത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഉരുക്കി വെച്ച നമ്മുടെ ശർക്കര അതും ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. ഇത് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരി, പിന്നെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്നങ്ങോട്ട് ഇളക്കി ഒരു നല്ല കുറുതായൊരു സ്റ്റേജ് വരുമ്പോൾ സാധനം റെഡി ആയിന്നാണ് അർത്ഥം. അതങ്ങനെ നിർത്തിയിട്ടേക്കാം. പിന്നെ നന്നായി തണുപ്പ് കഴിയുമ്പോൾ വീണ്ടും ഒന്നുകൂടി തിക്കാവും. അതൊരു നല്ല ഡ്രൈ ആയുള്ള എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റാം. പിന്നെ നമ്മളത് ഒരു ഫ്രിഡ്ജിൽ വെക്കുക. പിന്നെ വെള്ളമുള്ള സ്പൂൺ വെച്ച് ഉപയോഗിക്കാണ്ടിരിക്കുക. നമ്മുടെ ഈന്തപ്പഴം അച്ചാർ റെഡി ആയിട്ടുണ്ട്. കിടുവണം. ബിരിയാണിന്റെ കൂടെയും എന്തിന്റെ കൂടെയും സൂപ്പറായിട്ട് പോയിക്കോളും. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, ബൈ. അപ്പൊ ഇതോ നോക്കണേ. ഈ റെസിപ്പി നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഇതും മറക്കല്ലേ.